ഇടതിനെ അറിയാമോ, ആ നിലപാടിനെ അറിയാമോ, തൊലിക്കട്ടിയെ അറിയാമോ, ആവായ് താളമറിയാമോ. ചേറ്റിലെ മാക്രിക്കറിയാം, ചീമുട്ടത്തോടിനുമറിയാം. ചേറ്റിലെ മാക്രിക്കറിയാം, ചീമുട്ടത്തോടിനുമറിയാം. ചീഞ്ഞു നാറിയിട്ടും മാറാതങ്ങനെ ഞാലുകയാണൊരു നാണമില്ലാതെ. ഇവരീ നാടിൻ വ്യാധിയാണാദിയാണ്, ഉയിരിനെ ഊറ്റാണ്. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സ്വകാര്യ സർവകലാശാലകൾ എന്നുള്ളത് യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് അല്ലെങ്കിൽ തന്നെ ഇവിടം ഇന്ത്യയിൽപ്പെടുന്ന സാമ്രാജ്യം അല്ലല്ലോ. മാത്രമല്ല സ്വകാര്യ സർവകലാശാലകളെന്ന് സ്വകാര്യമായിട്ട് പോലും ആരിവിടെ മുണ്ടിപ്പോകരുത്. നമ്മുടെ നയം അങ്ങോട്ട് വ്യക്തമാക്കി കൊടുക്കും മന്ത്രി. നമ്മൾ ആഗോളവൽക്കരണത്തിന്റെ 3.5 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവിടെ പല കാര്യങ്ങളിലും നമുക്ക് ഒരു ജനത എന്നുള്ള നിലയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെ പോയേ തീരൂ. ഈ കാലാനുസൃതമായ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കൈക്കൊണ്ട ഒരു നയത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ അതിനനുസൃതമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായ ഉത്തരവാദിത്വവും നമുക്കുണ്ട്. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ. ചേച്ചി വള്ളംകുളം വഴി തുഴഞ്ഞു വന്നത് വാഗമണ്ണി കുഴിയെടുക്കാനായിരുന്നല്ലേ. നമ്മുടെ എച്ചപ്പൈ കുഞ്ഞുങ്ങൾ നീട്ടി വിളിച്ച മുദ്രാവാക്യത്തിന്റെ തുമ്പിന്റെ അലയൊലിയെങ്കിലും നിങ്ങളുടെ കാലാനുസൃതമായി മാറുന്ന മനക്കോട്ടകളുടെ ചുവരുകളിൽ തട്ടിത്തെറിച്ചിരുന്നെങ്കിൽ ഈ കൊലച്ചതി ചെയ്യില്ലായിരുന്നു ചേച്ചി. ചെങ്കൊടി ചുവട്ടിൽ ഞങ്ങൾ മരിച്ചു വീഴുവോളം സ്വകാര്യ സർവകലാശാലകൾ ഇവിടെ വരില്ല എന്ന് പാടി പൊട്ടിയ തൊണ്ടകൾ ഇനിയും മുറിവണങ്ങാതെ നീറുകയാണ് മന്ത്രി, നീറുകയാണ്. ഇന്നത്തെ മത്സരാധിഷ്ഠിത ലോകത്ത് ഒറ്റപ്പെട്ടു പോകും, പിന്തള്ളപ്പെടും. ടി പി ശ്രീനിവാസൻ സാറിനെയും സഖാവ് പുഷ്പനെയും ഒക്കെ കവച്ചു വെച്ചുകൊണ്ട് കൈക്കൊണ്ട ധീരമായ തീരുമാനം. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ആശയം പതിറ്റാണ്ടുകൾക്ക് ശേഷം കൈക്കൊണ്ട് അന്നത്തെ തെറ്റുകളെല്ലാം ഇന്ന് ശരിയായി മാറുന്ന ഈ വ്യാധിയെ ഏതു പേരിട്ട് വിളിക്കണം മന്ത്രി? അത് മാത്രമല്ല, ഇവിടെ നിലവിലുള്ള സർവകലാശാലകളിൽ പഠിക്കാൻ പിള്ളേരെ കിട്ടാതെ സാറുമാർ ഈച്ചയടിച്ചിരിക്കുക. ഇതിനിടയിൽ പൂർണ്ണ സ്വാതന്ത്ര്യവും കൊടുത്ത് സ്വകാര്യ സർവകലാശാലകളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത് ആരെ കണ്ടിട്ടാ? ഇപ്പൊ തലേ ചുമക്കുന്ന വീടിന്റെ കൂടെ ഈ വരുന്ന സ്വകാര്യ സർവകലാശാലകളും കൂടെ ചുമക്കേണ്ടി വരും. താങ്ങുവോ? എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെ ആണല്ലോ. നേരം വെളുക്കാൻ ഒരു 20 കൊല്ലം എങ്കിലും കുറഞ്ഞതെടുക്കും. ലെവലേശ ഉളുപ്പില്ലാതെ പണ്ട് പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ഞെളിഞ്ഞു നിന്ന് പറയും. എന്നിട്ട് കാലാനുസൃതമായ മാറ്റം, ആഗോളവൽക്കരണത്തിന്റെ നിർബന്ധം, ചക്കയുടെ മടല്, ചേമ്പിന്റെ തട എന്നൊക്കെ അങ്ങ് തള്ളിക്കോളൂ. ഒരു മൂർത്ത സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളത് ഒരു മാർക്സിയൻ നിലപാടിന്റെ ഭാഗമായി കൂടിയാണ്. മൂത്തതും മൂക്കാത്തതും ഒക്കെ അവിടെ നിൽക്കട്ടെ. സ്വന്തമായിട്ട് ഒരു പദ്ധതിക്കും രൂപം കൊടുക്കാതെ മറ്റാരെങ്കിലും തേടിപ്പിടിച്ചു കൊണ്ടുവന്ന ഒരാശയം ഒരു 10-30 കൊല്ലം കഴിഞ്ഞിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെ അടിച്ചു മാറ്റുന്നത് മാർക്സിയൻ നിലപാടിന്റെ ഭാഗമാണോ എന്നൊന്നറിഞ്ഞാൽ കൊള്ളാം. വിഴിഞ്ഞം, സീപ്ലെയിൻ, സ്വകാര്യ സർവകലാശാല, മനുഷ്യനായാൽ ഒരു പൊടിക്കൊക്കെ ഉളുപ്പ് വേണ്ടേ? ആ പശ്ചാത്തലത്തിൽ നമ്മൾ സ്വകാര്യ സർവകലാശാലകൾക്ക് അസ്പൃശ്യത കൽപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ്. സ്പർശ്യതയും അസ്പർശ്യതയും ആപേക്ഷികമായതുകൊണ്ട് അപ്പപ്പോ കാണുന്നതിന് അപ്പൊന്നും അടയൊന്നും ഒക്കെ സൗകര്യം പോലെ വിളിക്കാം, അല്ലേ മന്ത്രി? ഓന്തുകൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തെന്നാ കേട്ടത്. അവരെ മറികടക്കുന്ന രീതിയിൽ നിങ്ങൾ ഇങ്ങനെ പ്രകടനം കാഴ്ചവെച്ചാൽ അതുങ്ങളത് എങ്ങനെ സഹിക്കാനാ? ഏതായാലും എന്തിനോ വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയവർക്ക് വേണ്ടിയും നഷ്ടപ്പെടുത്താൻ ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ കാലാനുസൃതമായ മാറ്റം സമർപ്പിച്ചുകൊള്ളുന്നു.